പ്ലസ് എന്ന വിദ്യാഭ്യാസ ചാനലിന്റെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അല്ലുലയിലെ മറ്റൊരു കാഴ്ചയിലേക്കാണ് ഇന്ന് നാം കണ്ണു തുറക്കുന്നത്. അല്ലുലയിലെ ഒരു പ്രകൃതിദത്ത പ്രതിമയാണിത്. മൺപാറ കൊണ്ടുള്ള രാനരൂപമടക്കമുള്ള കാഴ്ചകളാണിന്ന്. വളരെയധികം വ്യത്യസ്തത നിറഞ്ഞ ഒരു ഭൂമിയാണ് അല്ലുല എന്ന് നാം മനസ്സിലാക്കുകയുണ്ടായി. നോക്കുക, അല്ലുലയിലേക്കുള്ള മദീനയിൽ നിന്നുള്ള ദൂരം 335 കിലോമീറ്റർ, അതുപോലെ യാമ്പുവിൽ നിന്നുള്ള ദൂരം 359 കിലോമീറ്റർ. എന്നാൽ ഇത്രയും ദൂരം മാത്രം അകലെ കിടക്കുന്ന യാമ്പുവുമായോ അല്ലെങ്കിൽ മദീനയുമായോ വളരെയധികം വ്യത്യസ്തമാണ് അല്ലുല ഭൂപ്രദേശം. ഇവിടേക്ക് മാർഗമധ്യേയുള്ള ദൃശ്യങ്ങൾ നമുക്ക് ഒന്ന് നോക്കാം. നമ്മൾ മദീനയിൽ നിന്നും യാമ്പുവിൽ നിന്നുമൊക്കെ പുറപ്പെടുമ്പോഴുള്ള ഒരു ദൃശ്യമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഇത് ക്രമേണ ഇങ്ങനെ ഭൂപ്രകൃതി മാറിക്കൊണ്ടിരിക്കുന്നതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഒന്നാമത്തെ ദൃശ്യത്തിൽ കാണുന്നതിൽ നിന്ന് അല്പം മാറിയാണ് രണ്ടാമത്തേത് കാണുന്നത്. ഇനി അടുത്തത് നോക്കുക. കുറേ കൂടി കെട്ടിലും മട്ടിലും കുറേ വ്യത്യാസങ്ങൾ നമുക്ക് കാണാം. ഇങ്ങനെ അല്ലുലയിലേക്ക് യാത്ര ചെയ്യുമ്പോൾ ഭൂപ്രകൃതിയും ലാൻഡ്സ്കേപ്പും മാറിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രവണതയാണ് നമ്മൾ കാണുന്നത്. നരവംശ ശാസ്ത്ര പഠനങ്ങൾ പ്രകാരം പുരാതന ജോർദാൻ കേന്ദ്രമായി ഭരണം നടത്തിയിരുന്ന നബാത്തികളുടെ രണ്ടാം പട്ടണമാണ് മദായിൻ സാലിഹ് എന്നറിയപ്പെടുന്നത്. ജോർദാനിലെ പുരാതന പെട്ര നഗരമായിരുന്നു അവരുടെ ആസ്ഥാനം. ഏതാണ്ട് BC 312 പെട്ര നഗരം സ്ഥാപിക്കപ്പെട്ടു എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. 1985 മുതൽ യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിലും ഇപ്പോൾ പുതിയ ലോകാത്ഭുതങ്ങളിലും പെട്രയുണ്ട്. പീതവർണ്ണത്തിലുള്ള മലകൾ തുരന്നുള്ള നിർമ്മിതികളിലെ സ്തൂപങ്ങളും രൂപങ്ങളും രണ്ടിടത്തും ഒരേ ശൈലിയാണ്. നമ്മൾ കടന്നു പോകുന്ന പ്രദേശങ്ങളുടെ ഭൂമിശാസ്ത്രം മാറുന്നത് ശ്രദ്ധിക്കുക. പെട്രയല്ല, മദായിൻ സാലിഹാണ് നബത്തികളുടെ ഒന്നാം നഗരം എന്ന വാദവും നിലവിലുണ്ട്. പെട്രയിലെ നിർമ്മിതികൾ തൂണുകൾ വളരെ കൂടുതലായി കാണപ്പെടുന്നു എന്നതും പ്രത്യേകതയാണ്. വിശുദ്ധ ഖുർആന്റെ വിവരണവും സൗദി ചരിത്ര പഠനങ്ങളും അനുസരിച്ച് സാലിഹ് നബി നിയുക്തനായ ഹിജ്ർ പ്രദേശം ഇത് തന്നെയാണെന്നും മദായിൻ സാലിഹയിൽ കാണുന്നത് സമൂദ് ഗോത്രത്തിൻ്റെ തിരുശേഷിപ്പുകളാണെന്നും ഉറച്ച പക്ഷമാണ് മുസ്ലിങ്ങൾക്കുള്ളത്. സമൂദ് ഗോത്രത്തിലെ ശിലാഭവനങ്ങളിൽ നബ്തികൾ പിൽക്കാലത്ത് തങ്ങളുടേതായ മാറ്റങ്ങൾ വരുത്തി എന്ന് വിശ്വസിക്കപ്പെടുന്നു. അറബിയുടെ വടക്ക് പടിഞ്ഞാറായി സ്ഥിതി ചെയ്യുന്ന അൽ ഹിജ്ർ പ്രദേശമായിരുന്നു സമൂദ് ഗോത്രത്തിൻ്റെ വാസസ്ഥലം. ഇന്നും ആ പേരിൽ തന്നെയാണ് അതറിയപ്പെടുന്നത്. ആദ് സമൂഹത്തിന് ശേഷം ഏറെ അഭിവൃദ്ധിയും പരിഷ്കാരവും പ്രാപിച്ച സമൂദ് വർഗത്തെപ്പറ്റി ജാഹിലിയ കാലഘട്ടത്തെ കവിതകളിലും പ്രഭാഷണങ്ങളിലും ഏറെ പ്രതിപാദനങ്ങൾ കാണാം. ശില്പവേലയിൽ ഏറെ മുന്നിട്ട് നിന്നിരുന്നു അവർ. മലമ്പാറുകൾ വെട്ടിത്തുറന്ന് അവയിൽ വലിയ വലിയ ഭവനങ്ങൾ പണിതീർത്തു അവർ. ആയിരക്കണക്കിന് ഏക്കർ വിസ്തൃതിയിൽ നിരവധി ശിലാഭവനങ്ങൾ ഉണ്ടവിടെ. മുൻ സമുദായങ്ങളെപ്പോലെ വിഗ്രഹാരാധനയിൽ സമൂദ് സമുദായവും മുഴുകിപ്പോന്നു. ഏറെ ആഡംബരപ്രിയരായിരുന്നു അവർ. ഭൂമിയുടെയും മണ്ണിൻ്റെയും ഘടന മാറിക്കൊണ്ടിരിക്കുന്നത് നോക്കുക. നമ്മൾ പുറപ്പെട്ട മദീനയിൽ നിന്നും ഏറെ വ്യത്യസ്തമായിരിക്കുന്നു ഇവിടുത്തെ ഭൂപ്രദേശം. മദീനയിലുള്ളതുപോലെ ഇടയ്ക്കിടെ ഇതുപോലെയുള്ള കാരക്കത്തോട്ടങ്ങൾ കാണാവുന്നതാണ്. അല്ലുല പ്രദേശവും ഈന്തപ്പനത്തോട്ടങ്ങൾക്ക് പേരുകേട്ടത് തന്നെയാണ്. ചരിത്രം കേൾക്കാം. സാലിഹ് നബി അവരെ തൗഹീദിലേക്ക് ക്ഷണിച്ചു. സമൂദ് ഗോത്രം ദൈവദൂതന്മാരെ തള്ളിപ്പറയുകയാണ് ഉണ്ടായത്. അവരുടെ പ്രവാചകൻ സാലിഹ് നബി അവരോട് പറഞ്ഞു, നിങ്ങൾ സൂക്ഷ്മത പാലിക്കുക. നിങ്ങൾക്ക് വിശ്വസ്തനായ ദൈവദൂതനാകുന്നു ഞാൻ. അതിനാൽ നിങ്ങൾ ദൈവത്തെ സൂക്ഷിക്കുകയും എന്നെ അനുസരിക്കുകയും ചെയ്യുക.
ഈ ദൗത്യ നിർവഹണത്തിൻ്റെ പേരിൽ നിങ്ങളോട് ഞാൻ യാതൊരു പ്രതിഫലവും ചോദിക്കുന്നില്ല. എനിക്കുള്ള പ്രതിഫലം ലോക രക്ഷിതാവെങ്കിൽ നിന്നാവുന്നു. വളരെ സ്വാദേശപരമായിട്ടുള്ള ഈ ഉപദേശങ്ങളെ അവർ നിരാകരിക്കുകയും തള്ളുകയുമാണ് ചെയ്തത്. സാലിഹ് നബി അവർക്കൊരു ഒട്ടകത്തെ കാണിച്ചു കൊടുക്കുകയും അതിനെ നല്ല രീതിയിൽ പോറ്റി വളർത്താൻ ആവശ്യപ്പെടുകയും ചെയ്തു. എന്നാൽ അതിനെ അവർ അറുത്ത് ഭക്ഷിക്കുകയാണ് ഉണ്ടായത്. സാലിഹ് നബി പലപ്പോഴായി അവരോട് ദൈവശിക്ഷയെപ്പറ്റി മുന്നറിയിപ്പ് നൽകിയിരുന്നു. എന്നാൽ നീ നിന്റെ ദൈവത്തോട് പറഞ്ഞ് ഞങ്ങൾക്ക് ശിക്ഷ വാങ്ങിച്ചു തരിക എന്നുള്ള ധിക്കാരപരമായ സമീപനമായിരുന്നു അവരുടേത്. അവരുടെ അതിക്രമവും അനുസരണക്കേടും ദൈവനിന്ദയും വർദ്ധിച്ച ഒരു സാഹചര്യത്തിലായിരുന്നു പ്രകൃതിയുടെ ഒരു പ്രതിഭാസമായി അവിടെ ഒരു ഇടിനാദം പോലെ പ്രകൃതിക്ഷോഭം സംഭവിച്ചതും ഈ രീതിയിൽ ആയിത്തീർന്നതും എന്ന് ഖുർആൻ പരാമർശിക്കുന്നു. ദിഗന്ധങ്ങൾ ഞെട്ടുമാറുള്ള ഒരു ഇടിനാദം പോലെ ഭീകര ശബ്ദത്തോടെ ഭൂമി കുലുങ്ങുകയും പാറകളടക്കമുള്ള ഈ ഭൂമി ഈ രീതിയിലേക്ക് മാറ്റപ്പെടുകയും ചെയ്തു. ദീർഘമായ ചരിത്രം പ്രതിപാദിക്കാൻ ഇവിടെ സമയമില്ല. അതുകൊണ്ട് ഇതിനെപ്പറ്റിയുള്ള റഫറൻസിന് വേണ്ടി ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ കമൻറ്റ്സ് സന്ദർശിക്കാവുന്നതാണ്. ഇപ്പോൾ മദീന തബൂക്ക് പാതയിൽ അല്ലൂലയ്ക്ക് സമീപം സ്ഥിതി ചെയ്യുന്ന മദൻ സാലിഹ് എന്ന ഒരു റെയിൽവേ സ്റ്റേഷനുണ്ട്. അതായിരുന്നു സമൂദ് വംശത്തിൻ്റെ തലസ്ഥാന നഗരി. മദീന തബൂക്ക് യാത്രാപാതയിൽ മുഹമ്മദ് നബി തങ്ങളുടെ അനുചരന്മാരുമുള്ള യാത്രയിൽ ഒരിടത്ത് ഒരു കിണർ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സാലിഹ് നബിയുടെ ഒട്ടകം അതിൽ നിന്നാണ് വെള്ളം കുടിച്ചിരുന്നത്. ആ കിണറ്റിൽ നിന്ന് മാത്രമേ വെള്ളമെടുക്കാവൂ. സമൂദ് വിഭാഗം സാലിഹ് നബിയോട് കാണിച്ച നന്ദികേടിന് പ്രതിഷേധ സൂചകമായി മറ്റു കിണറുകളിൽ നിന്ന് വെള്ളമെടുക്കാതിരിക്കാനും അനുചരരോട് നിർദ്ദേശിക്കുകയുണ്ടായി. സമൂദ് ഗോത്രം മലമ്പാറുകൾ തുരന്ന് നിർമ്മിച്ച കൂറ്റൻ കെട്ടിടങ്ങൾ, അവയുടെ ദർബാറുകൾ, ആരാധനാലയങ്ങൾ എന്നിവയുടെ അവശിഷ്ടങ്ങൾ, ഒട്ടകം മുട്ടുകുത്തിയ സ്ഥലം, ഒട്ടകം വെള്ളം കുടിച്ച കിണർ എന്നിവ കാണാവുന്നതായി ചരിത്ര ഗവേഷകർ രേഖപ്പെടുത്തിയിരിക്കുന്നു. സൗദി അറേബ്യയിൽ നൂറ്റാണ്ടുകളുടെ ചരിത്രം പറയുന്ന ഭൂമികയാണ് അല്ലുല. വടക്കു പടിഞ്ഞാറൻ സൗദി അറേബ്യയിലെ ചരിത്രപരവും സാംസ്കാരികവുമായ ഏറെ പ്രാധാന്യമുള്ള ഓപ്പൺ എയർ മ്യൂസിയം എന്ന് ഈ നാടിനെ വിശേഷിപ്പിക്കാം. സുഗന്ധവ്യഞ്ജന പാതയിൽ പ്രധാന നഗരം കൂടിയായിരുന്നു അല്ലുല. ഇന്ത്യയിൽ നിന്നടക്കം പുരാതന കാലത്ത് ഇവിടേക്ക് ചരക്കുകൾ എത്തിയിരുന്നു. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ അല്ലുല പുരാവസ്തു കേന്ദ്രത്തിലെ പുരാതന ദാനു സാമ്രാജ്യത്തിന്റെ അവശിഷ്ടങ്ങൾ ശേഷിക്കുന്ന ഹെഗ്ര, ജബൽ ഇക്കുമ മലയിടുക്കുകൾ സന്ദർശകരുടെ പ്രിയപ്പെട്ട കേന്ദ്രങ്ങളാണ്. മദൻ സാലിഹിന്റെ പച്ചപ്പ് സൂക്ഷിക്കുന്ന അല്ലുല എന്ന ചെറുപട്ടണത്തിൽ പഴയകാല നാഗരികതയുടെ നേർരൂപങ്ങൾ കാണാം. ഇവിടെ പൊളിച്ചു നീക്കാതെ പഴയ ശൈലിയിൽ തന്നെ സൂക്ഷിച്ചിരിക്കുകയാണ് കല്ലുകൾ കൊണ്ട് കെട്ടിയുണ്ടാക്കിയ കെട്ടിടങ്ങളും കച്ചവട കേന്ദ്രങ്ങളും. നമ്മളിതാ അല്ലുല നഗരത്തിലേക്കും അതിൻ്റെ മാസ്മരികതയിലേക്കും എത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇവിടെ കാണുന്ന ഈ മനുഷ്യനിർമ്മിത കെട്ടിടങ്ങൾക്ക് പിന്നിൽ ഏറെ വിസ്മയകരമായ പ്രകൃതി തന്നെ നിർമ്മിച്ച രൂപങ്ങളുടെ ഒരു നീണ്ട നിരയാണിവിടെ. നമ്മളിവിടെ കാണുന്ന ഈ പ്രകൃതി നിർമ്മിത ശില്പങ്ങൾക്ക് തുടർച്ചയായി നമ്മൾ ഇന്ന് സന്ദർശിക്കുന്നത് ഒരു ആനയുടെ രൂപത്തിലേക്കാണ്. നമുക്ക് നോക്കാം ഹദർ അൽ ഫീൽ. വ്യത്യസ്ത രൂപങ്ങളും ഭാവങ്ങളുമുള്ള ചില രൂപങ്ങളെയാണ് മലയായി രൂപാന്തരപ്പെട്ടുകൊണ്ട് കാണുന്നത്. ചുവപ്പും ഇരുണ്ട ചുവപ്പും നിറത്തിലുള്ള ഇവ പല രൂപങ്ങളും ഭാവങ്ങളും കൊത്തിവെച്ചിരിക്കുകയാണെന്ന് തോന്നും. അനുവാചകരുടെ ഭാവനയ്ക്കനുസരിച്ച് വിവിധ രൂപങ്ങളും ഭാവങ്ങളും സങ്കല്പിക്കാം. ഇവിടെ ഇതാ വെട്ടിയെടുക്കാൻ പാകമായ നിലയിലുള്ള കല്ലുകളുടെ അടുക്കുകളായാണ് കാണപ്പെടുന്നത്.
നമ്മളിതാ അല്ലൂല നഗരത്തിലേക്ക് പ്രവേശിക്കുകയായി. നഗരത്തിലെ കാഴ്ചകളും ഏകദേശം ഇതൊക്കെ തന്നെയാണ്. കെട്ടിടങ്ങൾ കൂടി ഉണ്ട് എന്ന് മാത്രം. ഈന്തപ്പനത്തോട്ടങ്ങൾക്ക് പിന്നിലും പ്രകൃതിയുടെ ഈ ശില്പചാരുതി കൊണ്ട് അലങ്കരിക്കപ്പെട്ടിരിക്കുന്നു. ഈന്തപ്പനകൾ നോക്കുക, പഴുത്ത കാരക്കകൾ കൊണ്ട് നിറഞ്ഞു നിൽക്കുകയാണ് അവയും. നഗരത്തിലൂടെ സഞ്ചരിച്ച് നാം നമ്മുടെ ഇന്നത്തെ പ്രധാന സന്ദർശന കേന്ദ്രമായ എലഫന്റ് റോക്കിൽ എത്തിയിരിക്കുകയാണ്. നമുക്ക് കാണാം. നമ്മുടെ നാട്ടിലെ ചെങ്കല്ലിൽ കൊത്തിയെടുത്ത ഒരു രൂപം പോലെയാണ് ഇവിടെയുള്ള ഈ രൂപങ്ങൾ കാണുന്നത്. ഇതിൽ പെട്ടത് തന്നെയാണ് നമ്മുടെ എലഫന്റ് റോക്കും. ഇതാണ് എലഫന്റ് റോക്ക് എന്ന പേരിൽ അറിയപ്പെടുന്ന ആ രൂപം. ആനയുടെ രൂപവുമായി സാദൃശ്യമുള്ളത് കൊണ്ടാണ് ആ പേര് വന്നത്. അല്ലുലയുടെ യഥാർത്ഥ ഐക്കണായ ആനയുടെ ആകൃതിയിലുള്ള പാറക്കെട്ട് ആകാശത്തേക്ക് 52 മീറ്റർ വരെ ഉയർന്നു കിടക്കുന്നു. ദശലക്ഷക്കണക്കിന് വർഷങ്ങളായി കാറ്റും ജലക്ഷാമവും മൂലം രൂപാന്തരപ്പെട്ട ചൂടുള്ള മണൽക്കല്ല്, അറബിയിൽ ജബൽ അൽഫീൽ എന്നറിയപ്പെടുന്ന എലഫന്റ് റോക്ക്, മങ്ങുന്ന സൂര്യൻ, അല്ലുലയുടെ പ്രശസ്തമായ ഭൂമിശാസ്ത്രപരമായ പാച്ചിഡർമിൻ്റെ തുമ്പിക്കൈയിലും ശരീരത്തിലും ഒരു മയങ്ങുന്ന ആഴത്തിലുള്ള സിന്ദൂര വെളിച്ചം വീശുമ്പോൾ സന്ധ്യാസമയത്ത് പ്രത്യേകിച്ച് മാന്ത്രികമാണ്. ജബൽ ഫീൽ, അതായത് എലഫന്റ് റോക്ക്, വടക്കു പടിഞ്ഞാറൻ സൗദി അറേബ്യയിലെ അല്ലുലയിലെ പ്രകൃതി നിറഞ്ഞ പാറക്കെട്ടാണ്. എലഫന്റ് റോക്ക് അതിൻ്റെ ഏറ്റവും ഉയർന്ന സ്ഥലത്ത് 52 മീറ്റർ, അതായത് 170 അടി ഉയരമുണ്ട്. ഇത് പ്രധാനമായും മണൽക്കല്ലിൽ നിന്നാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. മഴ, കാറ്റ്, മണൽ എന്നിവയാൽ ദശലക്ഷക്കണക്കിന് വർഷങ്ങളായി ആനയുടെ രൂപം കൈവരിച്ച മണൽക്കല്ലാണ് ഇത്. രാത്രിയിൽ ചിത്രീകരിച്ച എലഫന്റ് റോക്കിൻ്റെ ദൃശ്യമാണ് അടുത്ത് കാണുന്നത്. ഇത് നേരിൽ കാണുമ്പോൾ ആണ് ഇതിൻ്റെ എല്ലാ ചാരുതയും ഭംഗിയും നമുക്ക് വ്യക്തമാകുന്നത്. ക്യാമറയ്ക്ക് അതിൻ്റെ ഭംഗി ഒപ്പിയെടുക്കാനാവുന്നില്ല. അടുത്തു തന്നെയുള്ള ഒരു മ്യൂസിയമാണ് ഇവിടെ കാണുന്നത്. അതിലുള്ള വസ്തുക്കൾ നോക്കുക, പുരാതന വസ്തുക്കളാണ് ഇതിൽ കാണാവുന്നത്. എലഫന്റ് റോക്കിൻ്റെ മാതൃകയും ഇവിടെ പ്രദർശിപ്പിക്കപ്പെട്ടത് കാണാം. വിവിധ പുരാതന കരകൗശല വസ്തുക്കൾ ഇവിടെ പ്രദർശനത്തിന് വെച്ചിട്ടുണ്ട്. അത്ഭുതകരമായ അല്ലുല മലനിരകളുടെയും വിസ്മയകരമായ എലഫന്റ് റോക്കിൻ്റെയും കാഴ്ചയ്ക്ക് ശേഷം ഇന്നത്തെ ഈ എപ്പിസോഡ് ഇവിടെ സമാപിക്കുകയാണ്. കൂടുതൽ കാഴ്ചകളും വിസ്മയങ്ങളുമായി അടുത്തൊരു എപ്പിസോഡിൽ കാണാമെന്ന പ്രതീക്ഷയോടെ വിട. ഇതോടുകൂടി നമ്മുടെ ഇന്നത്തെ പരിപാടി ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് കരുതുന്നു. ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. വീണ്ടും ഒരു പരിപാടിയുമായി കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇപ്പോൾ വിടാം.